السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. അള്ളാഹു തആല പറയുകയാണ്, അസ്സൗമുലി, നോമ്പിനുള്ള പ്രതിഫലം നൽകുന്നത് അള്ളാഹു തആലയാണ്. മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ നിസ്കാരമായാലും സദക്കയായാലുമെല്ലാം അത് മറ്റുള്ളവർ അത് കാണുന്നതാണ്. പക്ഷേ നോമ്പെന്നുള്ളത് അത് കാണുവാൻ കഴിയാത്തതാണ്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മുടെ നോമ്പുകൾ യഥാർത്ഥ നോമ്പുകളാക്കി നാം മാറ്റുക. ഗീബത്തും നമീമത്തും എല്ലാം നിർത്തിക്കൊണ്ട് പരദൂഷണം ഏഷണീയകളെല്ലാം നിർത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പുകൾ യഥാർത്ഥ നോമ്പാവുകയുള്ളൂ. നമ്മുടെ നാവുകൾക്ക് നോമ്പായിരിക്കണം, ചെവികൾക്ക് നോമ്പായിരിക്കണം, കണ്ണുകൾക്കും നോമ്പായിരിക്കണം. അങ്ങനെ നാം നാം അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും. നോമ്പിനെ അള്ളാഹു തആല നിർബന്ധമാക്കപ്പെട്ടത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടി. അങ്ങനെ നാം അത്തീഉല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും. അങ്ങനെ നാം ആരെങ്കിലും ഹലാലായ ഭക്ഷണം കൊണ്ട് നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ നോമ്പെടുത്തതായ പ്രതിഫലമാണ് അള്ളാഹു തആല നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നാം പള്ളികളിൽ മറ്റും നാം 7000 പേരെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ആ 7000 പേര് നോമ്പെടുത്തതായ പ്രതിഫലമാണ് അള്ളാഹു തആല നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ദരിദ്രരായ സ്വഹാബക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഒരു കീര് കാരക്കയായാലും ഒരു ഇറക്ക് പാലായാലും ആ പ്രതിഫലം തന്നെയാണ് അള്ളാഹു തആല നൽകുന്നത് എന്നാണ്. അതുകൊണ്ട് നാം മറ്റുള്ളവരെ നാം നോമ്പ് തുറപ്പിക്കുന്നതിന് വേണ്ടി നാം ശ്രമിക്കുക. അള്ളാഹു തആല നമ്മുടെ ഈ പുണ്യങ്ങളുടെ പൂക്കാലമായി ഈ മഗ്ഫിറത്തിൻ്റെ പത്തിലുമാണ് നാം നിലനിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടിയവരിൽ അള്ളാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.